ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ സെയിൽ വീഡിയോ ആണിത്. കുറച്ച് പ്ലാൻസൊക്കെ സെയിലിന് റെഡി ആയിട്ടുണ്ട്. പ്ലാൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. നമ്മൾ DTDC വഴിയാണ് പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. സ്പീഡ് പോസ്റ്റ് നിലവിൽ നമ്മൾ അയക്കുന്നില്ല. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും സെയിൽ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ വീഡിയോസ് മുടങ്ങാതെ കിട്ടാനായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സെയിലിനുള്ള പ്ലാൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പേരോ വാട്സപ്പിൽ അയയ്ക്കുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ, കോൾ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻസ് ഏതൊക്കെയാണെന്നറിയാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ലെൻഡാനയുടെ കളറാണ്. ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഒരു കളർ സെയിലിന് വന്നിട്ടുള്ളത്. ബാക്കി 4 കളേഴ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ആദ്യമായിട്ടാണ് വരിക. നല്ല ഡാർക്ക് മജന്ത കളറാണ് പൂക്കൾ. വിരിഞ്ഞ് വരുമ്പോൾ ഒരു യെല്ലോ കളറും അതിനുശേഷം സൺലൈറ്റ് കിട്ടി നന്നായിട്ട് വിരിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ഡാർക്ക് മജന്ത കളറും ആയിരിക്കും പൂക്കൾക്ക് വരിക. നല്ല ഭംഗിയല്ലേ പൂക്കൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കളറിന് മാത്രം 45 രൂപയാണ് റേറ്റ്. ബാക്കി എല്ലാ കളേഴ്സിനും 40 രൂപ തന്നെയാണ് ലെൻഡാന പ്ലാന്റ്സ്. ബാക്കി 4 കളേഴ്സ് കൂടെ ഉണ്ട്: വയലറ്റ്, വൈറ്റ്, റെഡ്, യെല്ലോ. അപ്പോൾ മൊത്തം 5 കളർ ലെൻഡാന പ്ലാന്റ്സ് ഉണ്ട്. ലെൻഡാന ഇഷ്ടമുള്ളവർ, വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ. ലെൻഡാന പ്ലാന്റ്സിന് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നട്ട ശേഷം വെള്ളം മാത്രം കൊടുത്താൽ പോലും നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ തരും. അതുപോലെ നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടും വെർട്ടിക്കൽ ഗാർഡനിലും ഒക്കെ ലെൻഡാന പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ലെൻഡാന വെച്ചിരിക്കുന്ന കണ്ട് നമുക്ക് കണ്ണെടുക്കാനേ തോന്നില്ല. അത്ര മനോഹരമായിട്ട് പ്ലാന്റ്സ് നട്ടിരിക്കുന്ന കാണാം. ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല. നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നമുക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കും. നല്ല വെയിലുള്ള സമയത്ത് പൂക്കൾ കൂടുതലുണ്ടാവുമെന്ന് മാത്രം. അതുപോലെ പെട്ടെന്നൊന്നും നശിച്ചു പോകാത്തൊരു പ്ലാന്റ് കൂടിയാണ് ലെൻഡാന. അപ്പോൾ ലെൻഡാന പ്ലാന്റ്സിന് ഫസ്റ്റ് കാണിച്ച മജന്ത കളറ് 45 റുപ്പീസും ബാക്കി എല്ലാ കളേഴ്സും 40 റുപ്പീസുമാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് കാഷ്യൂറീന പ്ലാന്റ് ആണ്. കാഷ്യൂറീന പ്ലാന്റ് കഴിഞ്ഞ തവണ നമുക്ക് സ്റ്റോക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു പോയി. അപ്പോൾ ഒരുപാട് പേര് വീണ്ടും ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് പ്ലാന്റ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാഷ്യൂറീന നമുക്ക് ഹാങ്ങിങ്ങിലും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് 180 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെച്ച് കൊടുക്കാറുള്ള നല്ലൊരു പ്ലാന്റാണ്. ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ ചേർന്ന് ലീഫിൽ വരുന്ന പ്ലാന്റ്. ഈ പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഫയർ ക്രാക്കറിൻ്റെ റെഡ് ആണ്. ഫയർ ക്രാക്കർ പ്ലാന്റ്സ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സ് ആണ്. യെല്ലോയും റെഡും ആണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്ന 2 കളേഴ്സ്. അപ്പോൾ യെല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് വളരെ കുറച്ച് പ്ലാന്റ്സ് ആവാറുണ്ട്, പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ റെഡ് കുറച്ച് പ്ലാന്റ്സ് ആയിട്ടുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇപ്പോൾ ഫയർ ക്രാക്കറിൻ്റെ റെഡ് കളറിന് 50 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് മണിക്കൊന്നയാണ്. ഇപ്പോൾ മണിക്കൊന്നയുടെ ഒരു സീസണാണ്. പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ്സിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ചെറിയ പ്ലാന്റ്സിൽ വരെയും പൂക്കൾ നിറയാറുണ്ട് ഈ ഒരു സമയത്ത്. ഇതാണ് നല്ല ഭംഗിയാണ് മണിക്കൊന്നയുടെ പൂക്കൾ കാണാനായിട്ട്. ഒരു മെറൂൺ കളറും അതുപോലെ വൈറ്റ് കളറും ഒക്കെ ചേർന്ന് ഇത് കണ്ടോ, സെയിലിനുള്ള പ്ലാന്റാണ്. അതിൽ തന്നെ ചിലതിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട്. എല്ലാവരും പൂക്കളുള്ള പ്ലാന്റ് ചോദിക്കരുത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള മണിക്കൊന്നയുടെ പ്ലാന്റ്സിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ശ്രീലങ്കൻ ജാസ്മിൻ ആണ്. ശ്രീലങ്കൻ ജാസ്മിൻ ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. നല്ല വലുപ്പമുള്ള പൂക്കളാണ്. പ്ലാന്റ്സ് കുറച്ച് വലുതായി കഴിഞ്ഞാൽ നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ നമുക്ക് കിട്ടും. അതുപോലെ ചെടി നിറയെ ഇതുപോലെ സീസൺ ഇല്ലാതെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ശ്രീലങ്കൻ ജാസ്മിൻ. ഇതിനും ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സ്ഥിരമായിട്ട് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ശ്രീലങ്കൻ ജാസ്മിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്തതായിട്ട് റംഗൂൺ ക്രീപ്പറാണ്. റംഗൂൺ ക്രീപ്പറിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ലീഫിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, നാടനുമായിട്ട് ഒരു ചെറിയൊരു കേളി ടൈപ്പ് പോലൊക്കെ തോന്നും. അപ്പോൾ ഇത് റംഗൂൺ ക്രീപ്പർ ഒരു ചെറിയ ക്രീപ്പർ തന്നെയാണ്, ഹൈബ്രിഡ് ആണെങ്കിലും ചെറുതായിട്ട് വള്ളിയൊക്കെ വീശും. പക്ഷെ നമുക്ക് മറ്റേ പ്ലാന്റിലും കുറ്റിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പൂക്കൾ കാണാനായിട്ട് പറ്റും. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ബുഷിയായ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഫിലോഡെൻഡ്രോൺ ബേൾമാക്സ് ആണ്. നമുക്ക് ഇൻഡോറിലും അതുപോലെ സിറ്റ് ഔട്ടിലും ഒക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇത് കണ്ടോ, നല്ല ഒരു പ്ലാസ്റ്റിക് പോലെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയ ലീഫാണ്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സെറ്റ് ചെയ്ത് വെച്ചാൽ പ്ലാസ്റ്റിക് ആണെന്നേ തോന്നുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നിക്കോഡിയ പ്ലാന്റ്സ് ആണ്. നിക്കോഡിയയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത്തവണ നമുക്ക് സ്റ്റോക്ക് വന്നിരുന്നത്. കഴിഞ്ഞ തവണ കുറേ പേര് ചോദിച്ചിട്ടും നമുക്ക് കൊടുക്കാൻ പ്ലാന്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിത് പുതിയ സ്റ്റോക്ക് വന്നതാണ്. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകളായിട്ടുണ്ട്. നിക്കോഡിയ പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ കളറും അതുപോലെ പൂക്കളും ഒക്കെ തന്നെയാണ് അതിന് ഡിമാൻഡ് കൂട്ടുന്നത്. അപ്പോൾ ഈ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് സെയിലിനുള്ളത് അരളിയാണ്. അരളിയുടെ വൈറ്റ് നമ്മൾ കഴിഞ്ഞ തവണ സെയിലിന് കൊണ്ടുവന്നിരുന്നു. ഇത്തവണ നമുക്ക് സെയിലിനുള്ളത് ഈ കാണുന്ന ഒരു കളർ, ഒരു യെല്ലോയും അതുപോലെ ഒരു ക്രീം കളറും എല്ലാം കൂടെ ചേർന്ന് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. രണ്ടാമത്തത് ഈ ഒരു കളർ, ഇത് കുറച്ച് കോമൺ ആയിട്ട് കാണുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റും സ്റ്റോക്കുണ്ട്. ഇത് മിനിയേച്ചർ അരളിയാണ്. നമ്മുടെ നാടൻ പോലെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല, ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ പൂക്കളും മുട്ടുകളും ഒക്കെ ആവുന്ന ടൈപ്പാണ്. ഇത് വൈറ്റാണ്. വൈറ്റ് നമ്മൾ കഴിഞ്ഞ തവണ സെയിലിന് കൊണ്ടുവന്നിരുന്നു. ആർക്കെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 3 കളേഴ്സ് നമുക്ക് സ്റ്റോക്കുണ്ട്. 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് സ്ലീപ്പിംഗ് പോത്തോസ് ആണ്. ഒരു പോത്തോസ് വെറൈറ്റിയാണ്. കുറച്ച് റയറാണ്, ഇപ്പോൾ കുറച്ച് പേരുടെയൊക്കെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ലീഫ് എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, ഒരു ചുരുണ്ട ലീഫാണ് വരിക. അതുകൊണ്ടാണ് അതിന് സ്ലീപ്പിംഗ് പോത്തോസ് എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഗാർലിക് വൈൻ ആണ്. ഗാർലിക് വൈൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇപ്പോഴും നല്ല ഡിമാൻഡുണ്ട് ഗാർലിക് വൈന്. അപ്പോൾ ഈ പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഗാർലിക് വൈൻ്റെ പൂക്കളോട് ഒരുപാട് സാമ്യമുള്ള, അതുപോലെ ലീഫിനും ഒക്കെ സാമ്യമുണ്ട്. ഇതാണ് പൂക്കൾ. നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഗാർലിക് വൈൻ്റെ പൂക്കളെ കഴിഞ്ഞും. അതുപോലെ ലീഫ് കാണാനും ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും നല്ല കൊലയായിട്ട് പൂത്ത് കിടക്കുന്ന ഒരു ടൈപ്പ് ഒരു പ്ലാന്റ് തന്നെയാണ്. പേരെനിക്കറിയില്ല, പേരറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ സൂർണാഞ്ചെറിയാണ്. സൂർണാഞ്ചെറി ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ കായ്കൾ കാണാനായിട്ട് അതുപോലെ കഴിക്കാൻ എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലാണ്. ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് പർപ്പിൾ മോർണിംഗ് ഗ്ലോറിയാണ്. ഇത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പൂക്കളാണിത്. അതുപോലെ മുട്ടുകൾ കണ്ടോ, നമ്മുടെ വയലറ്റ് കാന്താരി പോലെയാണ് ഇതിൻ്റെ മുട്ടുകൾ നിൽക്കുക. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 140 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് അസീലിയ പ്ലാന്റ് ആണ്. അസീലിയയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 1-2 പ്ലാന്റ്സിലൊക്കെ മുട്ടുകൾ വന്നിട്ടുണ്ട്, പക്ഷേ പ്ലാന്റ്സിൻ്റെ കളർ എനിക്കറിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് വാട്സപ്പിൽ വന്ന് ചോദിക്കും അസീലിയ പ്ലാന്റ്സ് ഏതൊക്കെ കളറുണ്ടെന്ന്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കളർ എനിക്കറിയില്ല. അസീലിയ പ്ലാന്റ്സ് ഒന്നും കയ്യിലില്ലാത്തവർക്ക് വാങ്ങാവുന്നതാണ്. അസീലിയ നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഈ പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് പർപ്പിൾ കളർ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ തൈകളാണ്. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് ജിഫി ബാഗ് സെയിലുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത പ്ലാന്റ് സിൽവർ ലൈസ് ഫേൺ ആണ്. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത്.
ലീഫൊക്കെ ഇതുപോലെ നിൽക്കും. നല്ല ഭംഗിയാണ്. നല്ല ഷെയ്ഡ് വേണം ഫേൺസിനെല്ലാം. അതുപോലെ വെള്ളവും അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം. നല്ലതായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിർത്താൻ നമുക്ക് പറ്റുന്ന ഒരു പ്ലാന്റാണ് ഫേൺസ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുക. അപ്പോൾ സിൽവർ ലീസ് ഫേണിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. നമുക്ക് മിക്ക പ്ലാന്റ്സും വളരെ സ്റ്റോക്ക് കുറവാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ എൻ്റെ പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തുടർന്നും ഇതുപോലെ നല്ല പ്ലാന്റ്സ് വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വെള്ളിയാഴ്ച കാണാം. അതുവരെ ടാറ്റാ.